ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വെത്താനു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ. അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ അറേ, എങ്ങനെയാണ് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നത്, എലമെന്റ് ആക്സസ് ചെയ്യുന്നത് എന്നൊക്കെയാണ്. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഒബ്ജക്ട്സ് എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് ഒരു പേഴ്സൺ ഒബ്ജക്റ്റ് ആയിരുന്നു. പേഴ്സന്റെ ഡീറ്റെയിൽ, നെയിം, ഏജ്, ഒക്യുപ്പേഷൻ, ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഒബ്ജക്റ്റിൽ സേവ് ചെയ്യാം. അപ്പൊ ഡാറ്റാസ് മാത്രമല്ല മെത്തേഡ്സും സേവ് ചെയ്യാന്നൊക്കെ ഡീറ്റെയിൽ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതേ കാര്യം തന്നെയാണ് അരയിലും. അതായത് അരയും ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അത് സ്ട്രിങ് ആകാം, നമ്പേഴ്സിന്റെ കളക്ഷൻ ആവാം, ഒബ്ജക്ട്സ് ആകാം, എന്തും നമുക്ക് ഈ അരയിൽ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഡാറ്റേന്റെ കളക്ഷൻ ആണ് ഒബ്ജക്റ്റ്, പിന്നെ എന്തിനാണ് അര യൂസ് ചെയ്യുന്നതെന്ന്. അതെന്തിനാന്ന് വെച്ചാലും ഇപ്പൊ ഒബ്ജക്റ്റിൽ നമ്മൾ എങ്ങനെയാ വാല്യൂസ് സേവ് ചെയ്യുന്നത്, അവിടെ നമുക്ക് മസ്റ്റ് ആയിട്ടും ഒരു കീ വേണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ വാല്യൂ സേവ് ചെയ്യുന്നത്. പക്ഷെ ജാവാസ്ക്രിപ്റ്റിന്റെ അരയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു കീന്റെ ആവശ്യമില്ല. എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു കീ കൊടുക്കാതെ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ സേവ് ചെയ്യണം. അങ്ങനെയുള്ള കേസിലാണ് അരേസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ്, നിങ്ങൾ ജാവയോ PHP യോ പൈത്തൺ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും യെസ് അതിനൊരു ഇൻഡെക്സസ് ഉണ്ടല്ലോ എന്നല്ലേ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യം ഒരു അരേ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് സാധാരണ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ ഞാനിവിടെ നമ്പേഴ്സ് എന്നാണ് അരേന്റെ നെയിം കൊടുക്കുന്നത്. ഇനി അരേ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് വിധത്തിൽ ജാവാസ്ക്രിപ്റ്റിൽ അരേ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്, അതായത് ഒരു അരേ എന്ന് പറഞ്ഞിട്ട് ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഉണ്ട്. ഇത് ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ടർ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി, അരേ ക്രിയേറ്റ് ആയിക്കോളും. ന്യൂ കീവേഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന്. അപ്പം അരേന്റെ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ത്രൂ നമുക്ക് കോൾ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് അരേ ലിറ്ററൽ സിന്റാക്സ് ആണ്. ഇത് സിമ്പിൾ ആണ്. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് മാത്രം യൂസ് ചെയ്തിട്ടും ഒരു അരേനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ അരേ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അരേനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ അരയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കൊടുക്കാം. അപ്പൊ അരേ നമ്മൾ പറഞ്ഞു ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ഇതൊരു നമ്പററി അരേ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഈ അരയിലേക്ക് വാല്യൂസ് സേവ് ചെയ്യാണ്. ഒരു 6 എലമെന്റ്സ് ഞാൻ ഇതിൽ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇതുപോലെയല്ല, ഈ അരയിലേക്ക് എനിക്ക് ഡൈനാമിക് ആയിട്ടാണ് വാല്യൂ സേവ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. പുഷ് മെത്തേഡ് യൂസ് ചെയ്യാം. ഈ അരേനെയും ബേസിക്കലി ഡാറ്റ ടൈപ്പിന്റെ ഇതിലേക്ക് സൈറ്റിൽ നോക്കുമ്പോൾ അരേനെയും ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അരേന്റെ കംപ്ലീറ്റ് സിന്റാക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതൊരു അരയായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഡൈനാമിക് ആയിട്ട് അരയിലേക്ക് വാല്യൂ നമുക്ക് കൊടുക്കണമെങ്കിൽ പുഷ് മെത്തേഡ് യൂസ് ചെയ്യാം. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് അതിലൊരു അരേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിലൊരു സെറ്റ് ഓഫ് വാല്യൂസും ഉണ്ട്. ഇനി എങ്ങനെയാണ് ഈ അരേന്റെ വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം, ഈ ഒരു അരേക്ക് ഒരു ഇൻഡെക്സ് ഉണ്ടാവും. ഓരോ എലമെന്റിനും അതിലൊരു കീ അസോസിയേറ്റഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ വാല്യൂ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, അതിന്റെ കീ കൊടുത്തിട്ടല്ലേ. ഇപ്പൊ ഓരോ ഒബ്ജക്റ്റ്, പേഴ്സൺ ഒബ്ജക്റ്റ് തന്നെ നെയിം അനു എന്നാണെങ്കിൽ ഈ അനു എന്നുള്ള വാല്യൂ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ഓഫ് നെയിം കൊടുക്കുമ്പോഴാണല്ലേ അതിന്റെ വാല്യൂ ആക്സസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അരേന്റെ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് അതിന്റെ എലമെന്റ് ആക്സസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്കിവിടെ ഈ 1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആക്സസ് ചെയ്യണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്, അരേ ഓഫ്, അതിന് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ. സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ ഇൻഡെക്സ് കൊടുക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് എലമെന്റ് ആയതുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 എന്ന് പറഞ്ഞിട്ട് ആക്സസ് ചെയ്യുന്നു. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ എനിക്ക് 2 ആണ് കിട്ടിയത്. പക്ഷെ നമുക്ക് എന്തായിരുന്നു വേണ്ടത്, ഇവിടെ സെക്കൻഡ് എലമെന്റ് ആണ് വേണ്ടത്. നമുക്ക് വേണ്ടത് ഫസ്റ്റ് എലമെന്റ് ആയിരുന്നു, പക്ഷെ ഇത് റിട്ടേൺ ചെയ്തത് സെക്കൻഡ് എലമെന്റ് ആണ്. അതിനർത്ഥം കമ്പ്യൂട്ടറിൽ എന്ത് കാര്യമാണെങ്കിലും ഇൻഡെക്സിലേക്ക് വരുന്ന സമയത്ത് അത് ഓൾവേസ് 0-യിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, 1-ലല്ല. നമുക്ക് ഫസ്റ്റ് എലമെന്റിനെയാണ് വേണ്ടതെങ്കിൽ 0 ഇൻഡെക്സ് ആണ് കൊടുക്കേണ്ടത്. സെക്കൻഡ് എലമെന്റ് 1, 2, 3, 4, 5. ഇപ്പൊ ഇതിന്റെ ലാസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ് എത്രയായിരിക്കും, 5 ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് വാല്യൂ വന്നു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നേരത്തെ കണ്ടു, സെക്കൻഡ് എലമെന്റ് ആക്സസ് ചെയ്യാം. ലാസ്റ്റ് എലമെന്റ് 5th ഇൻഡെക്സിലായതുകൊണ്ട് ലാസ്റ്റ് എലമെന്റും ആക്സസ് ചെയ്യാം. ഇനി ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരയിൽ ആകെ ഇൻഡെക്സ് വൈസ് നോക്കുവാണെങ്കിൽ 0 to 5, അതായത് 6 എലമെന്റ്സേ ഉള്ളൂ. നമ്മൾ 7ാമത്തെ എലമെന്റ് ഈ അരയിൽ ഇല്ല.
ഒരു ഇൻഡെക്സ് നമ്മൾ 6 കൊടുക്കുകയെന്ന് വിചാരിച്ചു. 6 എന്ന് പറയുന്നത് എന്താണ്? 7th എലമെന്റ് ആണ് റെഫർ ചെയ്യുന്നത്. ഈ അരയിൽ ആക്ച്വലി എക്സിസ്റ്റിംഗ് അല്ല. ആ കേസിൽ എന്താണ് വരുന്നത് നോക്കാം. ആ കേസിൽ അൺഡിഫൈൻഡ് ആണ് റിട്ടേൺ വരുന്നത്. ജാവയിലൊക്കെ ആണെങ്കിൽ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ വരും. അതാണ് കുറച്ചും കൂടെ ബെറ്റർ മെത്തേഡ്. കാരണം നമുക്ക് കമ്പൈൽ ടൈമിൽ തന്നെ എറർ പെട്ടെന്ന് ട്രാക്ക് ചെയ്ത് അതിനെ ഫിക്സ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ ആ ഒരു എക്സെപ്ഷൻ ഇല്ല. പകരം അൺഡിഫൈൻഡ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. എറർ ഒന്നുമല്ല. ഇനി ഈ അരയിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? അത് ജസ്റ്റ് നോക്കിയാലോ. അതിന് അരേറ്റ് നെയിം ഡോട്ട് ലെങ്ത് ഇത് യൂസ് ചെയ്താൽ മതി. ഡോട്ട് ലെങ്ത് യൂസ് ചെയ്താൽ മതി. ഈ അരയിലെ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സിനെ നമുക്ക് കിട്ടും. ഇവിടെ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്? 6. ഈ അരേന്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നതായിരിക്കും അതിന്റെ ലാസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ്. അതായത് ഇവിടെ 6 എലമെന്റ് ഉണ്ട്. അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 5 കിട്ടും. അതാണ് ഈ ലാസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ്. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു അര എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അരയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്തു. അരയിൽ നിന്ന് എലമെന്റ് അക്സസ് ചെയ്തു. ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അരേ ക്രിയേറ്റ് ചെയ്തപ്പം എലമെന്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെയാ വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു എം ടി അരേ ആയിരിക്കും അല്ലെ റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഈ അരയിലേക്ക് ഡൈനാമിക് ആയിട്ടാണ് എലമെന്റ്സ് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരേ നെയിം ഡോട്ട് പുഷ് മെത്തേഡ് യൂസ് ചെയ്യാം. പുഷ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു എലമെന്റ് ആഡ് ചെയ്യുവാണ്. എഗെയിൻ ഞാൻ വന്നിട്ട് ആ എലമെന്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് എലമെന്റ് 10 കിട്ടുന്നുണ്ട്. ഇനി ഒരു എലമെന്റിൽ നമുക്ക് എത്ര എലമെന്റ്സ് വേണമെങ്കിലും ഇതുപോലെ ഡൈനാമിക് ആയിട്ട് അരയിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. അരേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പ്രിന്റ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ 2 എലമെന്റ്. ഇങ്ങനെ ഡൈനാമിക് ആയിട്ട് എത്ര എലമെന്റ്സ് വേണമെങ്കിലും അരയിലേക്ക് പുഷ് ചെയ്യാം. ഇതല്ലാതെ നമുക്ക് അരയിലേക്ക് വാല്യൂ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.